Hello, Makkals! Welcome back to Silent Learning. It's me, Sri Bhama SB. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, മക്കൾക്ക് SB എന്ന് വിളിക്കാം. എടാ, നിങ്ങളുടെ USS ആയില്ലേ? USSന് ദിവസമൊന്നും ഇല്ല. എന്താണ് നിങ്ങളുടെ എക്സാം ഇതാ എന്ന് പറയുന്ന അവസ്ഥയിൽ ഇതാ എത്തില്ല എന്നുള്ള അവസ്ഥയിൽ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. അപ്പൊ അടിപൊളിയാച്ച നിങ്ങളുടെ USS എന്ന് പറയുന്ന ഒരു ഡ്രീം നിങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സാധനമാണെന്ന് മിസ്സിന് അറിയാം. നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ അതിന്റെ ഒരു സ്പിരിറ്റിലാണ് നിങ്ങൾ എഴുതാൻ പറ്റുമോ, ടെൻഷനായിട്ട് ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടിപൊളിയാച്ച നിങ്ങളെ തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഉഷാറായിട്ട് പോയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ USSനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജലാശയങ്ങളിൽ ആൽഗകൾ പോലെയുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏത്? വിച്ച് ഫിനോമിനോൺ ഈസ് കോസസ് ഫോർ ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ ഇൻ വാട്ടർ ബോഡീസ് എന്ന് ചോദിച്ചു. യൂട്രോഫിക്കേഷൻ, ന്യൂട്രീഷൻ, നൈട്രോഫിക്കേഷൻ ഇവയൊന്നുമല്ല. ഏതാടാ വരിക? ജലാശയങ്ങള്. നമ്മുടെ കുളവും പുഴയൊക്കെ നോക്കുന്ന സമയത്ത് കുളത്തിലൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ പച്ച കളറിൽ കുറെ പായൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് പച്ചപ്പായലല്ലേ, വെള്ളത്തിന് നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഇത് നല്ലതാണോ? അല്ല. ഇതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ ജലാശയങ്ങൾ അമിതമായിട്ട് എന്ത് വരും? ആൽഗകൾ പോലെ, ഇത് പായൽ പോലെയുള്ള സാധനമാണ്, അതിനാണ് നമ്മൾ ആൽഗെ എന്ന് പറയാം കേട്ടോ. ഈ ആൽഗെ പോലെയുള്ള സാധനങ്ങൾ കുറേ വളരാൻ തുടങ്ങും, ഒരുപാട് വളരാൻ തുടങ്ങും. അപ്പൊ വളരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വളരുന്നതെന്ന് അറിയോ? അത് ശരിക്കും പറഞ്ഞാൽ വെള്ളം നല്ലതല്ല എന്ന് കാണിക്കുക. എന്ന് വെച്ചാൽ അതിൽ രാസവളം കൂടുതലാണ്, അല്ലെങ്കിൽ നൈട്രജൻ കലർന്ന രാസവളങ്ങൾ ഒഴുകി എത്തുന്നതിലാണ് മെയിനായിട്ട് ഇത് കാണപ്പെടുന്നത്. സോ ദിസ് ഹാപ്പൻസ് ദ വാട്ടർ ബോഡീസ് വെയർ ദ ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്നിങ് നൈട്രജൻ ആൻഡ് അതർ സിമിലേഴ്സ് അതിൽ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നല്ലതാണോ? അല്ല. കാരണം ഈ വെള്ളത്തിനകത്ത് ഉണ്ടാകുന്ന ഓക്സിജനൊക്കെ മാക്സിമം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഈ പറയുന്ന ആൽഗെ. ഈ ആൽഗെ എന്ത് ചെയ്യുന്നറിയോ? ഓക്സിജൻ അല്ലേ, പോന്നോട്ടെ പറഞ്ഞിട്ട് എല്ലാ ഓക്സിജൻ മൊത്തം വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്ത് വരുമ്പോൾ പാവം പിടിച്ച നമ്മുടെ മീനിനും പാവം പിടിച്ച നമ്മുടെ സസ്യങ്ങൾക്കും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയും, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ അവസ്ഥ പരിതാപകരാവുകയും ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ജലങ്ങളിൽ ജലിച്ചുണ്ടാവുന്ന ഓക്സിജൻ അമിതമായിട്ട് ഉപയോഗിക്കുക, എക്സസീവ് യൂസ് ഓഫ് ദ അക്വാറ്റിക് പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സ് കൂടുതലായിട്ട് എക്സസീവ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ എടുത്തിട്ട് എക്സസീവ് ആയിട്ട് ഉണ്ടാവുന്ന ഓക്സിജൻസും എടുത്തിട്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ കംപ്ലീറ്റ് പ്രശ്നം വരുത്താണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാണ്, ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. കത്തിയിലെ സെറ്റാണല്ലോ, യൂട്രോഫിക്കേഷൻ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനെ, മലിനജലത്തിൽ ഏത് ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കാണുന്നത്? ലാക്ടോബാസിലസ് ആണോ, അസറ്റോബാക്ടർ ആണോ, ഇക്കോളായ് ബാക്ടീരിയ ആണോ, നൈട്രോബാക്ടർ ആണോ എന്നാ ക്വസ്റ്റ്യൻ. മലിനജലത്തില്, നന്നല്ലാത്ത വെള്ളത്തില് ഏത് ബാക്ടീരിയയാണ് കാണാൻ ചോദിച്ചാൽ എന്റെ മക്കൾ ഏത് ആൻസർ ചെയ്യും? അതാണ് ഇക്കോളായ് ബാക്ടീരിയ. ഏതാണ്? ഇക്കോളായ് ബാക്ടീരിയ. ഈ മലിനജലം എന്നാലോചിക്കുക, മലിനജലം എന്ന് പറയില്ലേ, അപ്പൊ ഈ ഇക്കോളായ് ഏതില? മലിനജലത്തില് എന്ന് പറയുന്നു, കണ്ടാമിനേറ്റഡ് വാട്ടറിനകത്ത്. ഇതാണ് ഇക്കോളായ് ബാക്ടീരിയ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനെ, കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ സാധിക്കുന്ന ജീവി. കരയിലും വെള്ളത്തിലും രണ്ടിലും ശ്വസിക്കാൻ പറ്റുന്ന ആളാര് എന്നാണ് ചോദിക്കുന്നത്. തവളയാണോ, ഫിഷ് ആണോ, സ്പൈഡർ ആണോ, ഡോഗ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കാണ് മക്കളെ ചെയ്യാൻ പറ്റുക? വെള്ളത്തിലും കരയിലും ഒരുപോലെ ശ്വസിക്കാൻ പറ്റുന്ന ആളാണ് നമ്മുടെ തവള അല്ലെങ്കിൽ ഫ്രോഗ്. ഫ്രോഗ് എന്ത് ചെയ്യുന്നു? ഫ്രോഗിന് രണ്ട് രീതിയിലും ശ്വസിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. സോ ഫ്രോഗ്, തവളയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അത് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്? സൾഫ്യൂരിക് ആസിഡ് ആണോ, അസറ്റിക് ആസിഡ് ആണോ, ഫോമിക് ആസിഡ് ആണോ, ഓക്സാലിക് ആസിഡ് ആണോ? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത്. നമ്മളെ ബാഹുബലിയിലൊക്കെ ബാഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ് ആണല്ലേ, നമ്മുടെ രാജാവാണല്ലേ. അതേപോലെ നമ്മുടെ രാസവസ്തുക്കളുടെ ഒരു രാജാവുണ്ട്, രാജാതി രാജ. ആരാണ് നമ്മുടെ രാജാതി രാജ? അതാണ് മക്കളെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത്രയും സീനായിട്ടുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. ഇവൻ നമ്മുടെ കയ്യിൽ വീണാൽ പോലും, ഇവിടെ വീണാൽ പോലും നമ്മുടെ ഡ്രസ്സ് കഴിഞ്ഞു, അത്രയും അവസ്ഥയാണ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ആണ് എന്തിന്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. റെഡിയല്ലേ? സെറ്റല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ഡാഷ് ഉണ്ടാക്കുന്നു. ദ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൺ ഈസ് അപ്ലൈഡ് ഓൺ പേപ്പർ ടു മേക്ക് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ഡിസോൾവ് ഇൻ വാട്ടർ ടു മേക്ക് ലിറ്റ്മസ് സൊല്യൂഷൻ ആണോ, മീത്താലോറഞ്ച് ആണോ, ഫിനോഫ്തലിൻ ആണോ, നൺ ഓഫ് ദിസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ഉണ്ടാക്കുന്ന ലിറ്റ്മസ് പേപ്പറും വെള്ളം കൂടെ കൂടിയ സാധനത്തിനെ നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ എന്ത് പറയും മക്കളെ? ദാറ്റ് ഇസ് ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയും, ലിറ്റ്മസ് ലായനി എന്ന് പറയും അല്ലേ. എങ്ങനെയാ ലിറ്റ്മസ് ലായനി ഉണ്ടാക്കാൻ നമുക്കറിയാം.
ഈ ലിറ്റ്മസ് പേപ്പർ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ലേ? ഈ ലൈക്കൻ എന്ന് പറയുന്ന ഈ മരത്തിലും പാറിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില സസ്യവിഭാഗം, നമ്മുടെ മറ്റേതൊക്കെ യൂട്രോഫിക്കേഷനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പായൽ പോലെയുള്ള സാധനം പറഞ്ഞില്ലേ, അതേപോലെ അവിടെ കാണുന്ന ഒരു കുഞ്ഞായിട്ടുള്ള ഒരു സസ്യവിഭാഗം പ്ലാന്റ്സ് ആണ്. ഈ കുഞ്ഞായിട്ടുള്ള പ്ലാന്റ്സ് പോലെ കാണുന്ന സാധനമാണ് നമ്മുടെ ലൈക്കൻസ്. ഈ ലൈക്കനുകളുടെ സത്തിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത്. സിമ്പിൾ അല്ലേ? ലൈക്കൻ, ലിറ്റ്മസ്. ലൈല എന്ന് പറയുന്ന പോലെ ലൈല എന്ന് എഴുതി വെക്കുന്നത് ലിറ്റ്മസ് അല്ലേ. അപ്പൊ അങ്ങനെ ലാലാ ലീലി ലൂലൂലു പഠിച്ചു വെച്ചാൽ മതി. ലീലൈ എന്താണ്? ലിറ്റ്മസ് പേപ്പർ ലൈക്കൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. ആൻഡ് ഇവരുടെ ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ലൈക്കനുകളുടെ സത്ത് എന്ന് വെച്ചാൽ ലൈക്കനുകളിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ആ സത്ത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്ന സാധനം, അത് നമ്മൾ എന്ത് ചെയ്യാണ്? കടലാസിൽ പുരട്ടിയിട്ട് അത് ലിറ്റ്മസ് പേപ്പറും വെള്ളവുമായിട്ട് ലയിപ്പിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ആയിട്ട് ലയിപ്പിച്ചിട്ടാണ് നമ്മുടെ ലിറ്റ്മസ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. സോ ദ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൻ ഈസ് അപ്ലൈഡ് ഓൺ പേപ്പർ ടു മേക്ക് ദ ലിറ്റ്മസ് പേപ്പർ ആൻഡ് dissolve in water to make the litmus solution. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ലിറ്റ്മസ് സൊല്യൂഷൻ ഓക്കെ ആണല്ലോടാ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, കാർബണേറ്റഡ് വാട്ടർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാ? വിച്ച് ആസിഡ് ഈസ് യൂസസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കാർബണേറ്റഡ് വാട്ടർ? നമ്മൾ പലപ്പോഴും കാർബണേറ്റഡ് ആയിട്ടുള്ള വാട്ടറുകൾ കുടിക്കാറുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട്. മന്തി കഴിച്ചു കഴിഞ്ഞാൽ ഒരു 7up ഒരു പെപ്സി കഴിക്കുന്നത് നിർബന്ധമായിട്ടുള്ള അവസ്ഥയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള വാട്ടറുകൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യും? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം, ഇറ്റ് ഈസ് കാർബോണിക് ആസിഡ്. സോറി, പേര് തന്നെ ഉണ്ട് അല്ലേ? കാർബണേറ്റഡ്, കാർബണേറ്റഡ്. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് വെച്ചൂടെ? സോ കാർബോണിക് ആസിഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആസിഡ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ദാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ എക്സാമിന് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓരോ ഈച്ച് ആൻഡ് എവറി ലൈനും പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. അപ്പൊ നല്ല സെറ്റ് ആയിട്ട് എൻ്റെ മക്കൾ USS എല്ലാവർക്കും കിട്ടട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറാക്കുക, സെറ്റ് ആക്കുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൈവുകളിലും കാര്യങ്ങളിലും മാരത്തോണിലും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ഒരു ചെറിയ ബൈ പറയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ഡിയേഴ്സ്. സീ യു.